നൂൽപ്പാവകൾ കണ്ടു, സ്ട്രിംഗ് പപ്പറ്റ് കണ്ടു. അടുത്തതാണ് ഗ്രൗണ്ട് പപ്പറ്റ്, കയ്യുറപ്പാവകൾ. നിങ്ങളുടെ ഏറ്റവും രസകരമായ രീതിയിൽ നിങ്ങൾക്ക് തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച് സ്റ്റോറി ടെല്ലിംഗ് എന്ന രീതിയിൽ നിങ്ങളുടേതായ ക്രിയേറ്റീവ് ടൈമിലുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനൊക്കെ ഉപയോഗിക്കാവുന്നതുകൂടിയാണ് നമ്മുടെ ഈ കാണാൻ പോകുന്ന കയ്യുറപ്പാവകൾ. കയ്യുറപ്പാവകളുടെ പരമ്പരാഗത രീതിയിലുള്ള അവതരണമാണ് നമ്മുടെ കേരളത്തിലുള്ള കലാരൂപം. എത്ര പേര് കഥകളി കണ്ടിട്ടുണ്ട്? എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? ഭൂരിപക്ഷം ആൾക്കാർ കഥകളി. ഭാവിയിലൂടെ കണ്ടിട്ടുണ്ട് കഥകളി? ഇല്ല. ഇവിടെ നമ്മുടെ എക്സിബിഷൻ ഹാളിലൊക്കെ ഉണ്ട് കഥകളുടെ രൂപങ്ങളൊക്കെ. അതൊക്കെ ഇനി ഒരു ചലിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് മാറുന്ന ഒന്നാണ് പാവക്കഥകളി എന്ന് പറയുന്ന ഒരു കയ്യുറപ്പാണ്. അതിന്റെ അവതരണം നമുക്കൊന്ന് കാണാം. ഇതാണ് പരമ്പരാഗത രീതിയിലൂടെയുള്ള കയ്യുറപ്പാവകളുടെ ഒരു യഥാർത്ഥ അവതരണം. ഇത് കഥകളിയിലെ ഏത് കഥാപാത്രം? കഥകളിയിലെ ഏത് കഥാപാത്രം? വെള്ള താടിയുള്ള വേഷം, ഹനുമാൻ എന്ന കഥാപാത്രമാണ്. ഇതെല്ലാം കഥകളിക്ക് ഉപയോഗിക്കുന്ന അതേ സംഗീതങ്ങളും പദങ്ങളും ചലനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഭാവയിലൂടെ അവതരിപ്പിക്കുന്ന ഒന്നാണ് പാവക്കഥകളി. ഓക്കെ.